ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, അയ്യോ ഇപ്പം എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക കലികാലമാണ്, അല്ലെങ്കിൽ എൻ്റെ യോഗ്യമല്ലാത്ത ദോഷമായിട്ടുള്ളൊരു സമയമാണ്, എൻ്റെ സമയം നല്ലതല്ല എന്നൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. ഞാൻ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ ഏറ്റവും നല്ല സമയത്താണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല സമയത്ത്, ഈ സമയത്ത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ എന്ന് പറയുന്ന പോലെ കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഏറ്റവും നല്ല സമയം. മറ്റ് ചില കാര്യത്തിലൊക്കെ ഒരു സങ്കടം ഉണ്ടായേക്കാം, പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കാര്യത്തിൽ അവൻ കൂടെ നിൽക്കുന്നത് ഏറ്റവും അധികം മനസ്സിലാക്കുന്ന ഒരു സീസണാണ് ഈ ഒരു സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കൂടെയുള്ള ഈ ഒരു സീസൺ ഇത് ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു സീസണാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൂത്ത മകനും ഭാര്യയ്ക്കും ജോലി ലഭിക്കുവാൻ, രണ്ടാമത്തെ മകന് അഡ്മിഷൻ ലഭിക്കുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ, ഇളയ മകൻ്റെ ഭാവിയിലേക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവെ വഴികളും വാതിലുകളും തുറന്ന് അനുഗ്രഹിക്കണമേ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ വളരെ ജീവിതത്തിൽ തന്നെ വലിയ വിപ്ലവം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതല്ല ഉണ്ടാക്കുന്ന ഒരു സന്ദേശ പരമ്പരയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ദ 7 areas of success in life. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ 7 മേഖലകളിൽ നമ്മൾ ജയാളികളാകണം. ദൈവത്തിൻ്റെ ഡിസൈൻ, പെർഫെക്റ്റ് ഡിസൈൻ അതാണ്. പക്ഷെ ചിലർ പറയുന്നത് എനിക്ക് വേണ്ട, കുഴപ്പമില്ല. അങ്ങനെയാണ് പലരും. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, വി ഓൾവേസ് ചൂസ് ടു ലിവ് എ സബ്സ്റ്റാൻഡേർഡ് ലൈഫ്. ദൈവം വെച്ചൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്നൊക്കെ ഒത്തിരി താഴെയുള്ള ഒരു സബ്സ്റ്റാൻഡേർഡ് ലൈഫിലാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. റോമലേഖനം 8 പറയുന്നത്, നാം മക്കളാകുന്നു, നാം മക്കളെങ്കിൽ അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും തന്നെ. 7 ഏരിയകളിലാണ് നമ്മൾ ഹോൾസം സക്സസ് ഉണ്ടാകാൻ വേണ്ടി 7 ഏരിയകളാണ്. അതിൽ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയ വളർച്ച; മെൻ്റൽ ഗ്രോത്ത്, മാനസിക വളർച്ച; ഹെൽത്ത് ആൻഡ് വെൽനസ്, ആരോഗ്യം; മറ്റൊന്നാണ് ഫാമിലി ലൈഫ്, വിവാഹിതരെങ്കിൽ; ഫൈനാൻഷ്യൽ, സാമ്പത്തിക മേഖല; ദെൻ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളിൽ; അതുപോലെ ലൈഫ്സ് മിഷൻ, ജീവിതത്തിൻ്റെ ദൗത്യം നിറവേറ്റുന്നുണ്ടോ, എത്ര ശതമാനം നിറവേറ്റുന്നുണ്ട്. ഇതിനെ ആശ്രയിച്ചാണ് ഒരാളുടെ വിജയം, ഒരാളുടെ ജീവിതം വിജയകരമാണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത്, ആദ്യത്തെ 2 ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ തന്നു. 3-ാം ദിവസം അതിൽ 1-ാമത്തെ മേഖലയിലേക്ക് നമ്മൾ കാൽ വെച്ചു. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് തുടരാം, അതിൽ തന്നെ തുടരാം. ദ 7 areas of success. നമ്പർ 1, സ്പിരിച്വൽ ഗ്രോത്ത്. ഇതാണ് ആത്മീയമായ ഒരു മനുഷ്യൻ്റെ വളർച്ചയാണ് മറ്റ് മേഖലകളിലുള്ള വിജയത്തിൻ്റെ റൂട്ട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. അതിൽ പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത് ലൂക്കോസ് 12:16 മുതൽ 21 വരെ കർത്താവ് പറയുന്ന മൂഢനായ ധനവാന്റെ ഉപമയിൽ, ബി റിച്ച് ടുവേർഡ് ഗാഡ്. അതാണ് എൻ്റെ മോറൽ ഓഫ് ദി സ്റ്റോറി. ദൈവവിഷയമായി നാം സമ്പന്നരാകണം എന്ന് കർത്താവ് വ്യക്തമായി പറയുന്നു. ദൈവവിഷയമായി നമ്മൾ സമ്പന്നരാകണം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അക്വയർ വിസ്ഡം,
നോളജ്, ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. നമുക്ക് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കണം, ദൈവത്തോടും മനുഷ്യരോടുമുള്ള പ്രസാദത്തിൽ വളരണം, പരിജ്ഞാനത്താൽ നിറയണം. അങ്ങനെ വന്നപ്പോഴാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 82-ാം വചനത്തിൽ ഒരു ബാലൻ, ഒരു പൈതൽ വളരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് യസ്നാപ യോഹന്നാനാണ്. അവൻ ദൈവം മുമ്പാകെ വളർന്നു. 30 വയസ്സ് വരെ ഒരു മരുഭൂമിയിലായിരുന്നെങ്കിലും 3 പതിറ്റാണ്ട് കൊണ്ട് ലോകത്തിൻ്റെ വഴിയെ തിരിച്ചുവിടുന്ന, ദൈവപുത്രന് വഴിയൊരുക്കാൻ കാലിബറുള്ള ഒരു ആത്മീയ മല്ലനായി താൻ വളർന്നിരുന്നു. തൻ്റെ വാക്കിൽ സോൾജിയേഴ്സ് ഉൾപ്പെടെ, പുരോഹിതന്മാർ ഉൾപ്പെടെ, സാധാരണ വില്ലേജേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാവരും വന്ന് മാനസാന്തരപ്പെട്ടു, മാനസാന്തര സ്നാനം കഴിപ്പിക്കപ്പെട്ടു. അപ്പോഴാണ് യേശു വന്ന് യേശു കൂടെ അവിടെ വന്ന് സ്നാനപ്പെടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1:52 നമ്മൾ കാണുന്നത്, ആദ്യത്തേത് ലൂക്കോസിൻ്റെ സുവിശേഷം 1:80, രണ്ടാമത്തേത് 2:52 നമ്മൾ കാണുന്നത് യേശു ജ്ഞാനത്തിലും അതുപോലെ ബലത്തിലും, സ്റ്റാച്ചർ ആൻഡ് ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ, ദൈവത്തോടും മനുഷ്യരോടുമുള്ള പ്രസാദത്തിലും അനുകൂലതയിലും അല്ലെങ്കിൽ ആ പ്രീതിയിലും അവൻ വളർന്നു. അപ്പോൾ ഒരാൾ വഴിയും മറ്റേയാൾ വഴി ഒരുക്കുന്നയാളുമാണ്. ശമൂവേൽ ബാലൻ ഇതുപോലെ തന്നെ വളരുന്നതായിട്ട് നമ്മൾ കണ്ടു. 1 ശമൂവേൽ 2:26 കാണുന്നുണ്ട്. ഇതുപോലെ നാമും ദൈവസന്നിധിയിൽ വളരേണ്ടത് ആവശ്യമാണ്. എങ്ങനെ? സ്പിരിച്വലി. 1 കൊരിന്ത്യർ 13:13 വാട്ട് വി കോൾ ഇറ്റേണൽ റിച്ചസ്, നിത്യമായ ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിത്യതയിലേക്ക് നീണ്ടു നിൽക്കുന്ന സമ്പന്നത. ഇവിടെ എത്ര വലിയ സ്വർണ്ണക്കട്ടി നേടിയെടുത്ത് ലോക്കറിൽ വെച്ചാലും വീട്ടിൽ കൊണ്ടുപോയി വെച്ചാലും ആ സ്വർണം ഇവിടെ ഇട്ടിട്ട് പോകണം. എന്നാൽ ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, 3 കാര്യങ്ങൾ എന്നും എന്നേക്കും നിലനിൽക്കുന്ന നമ്മളോടൊപ്പം നിത്യതയിലേക്ക് പ്രവേശിക്കും. അതിൻ്റെ 3ൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞു. ഹോപ്പ് ഈസ് എ ഗോൾ സെറ്റർ. പ്രത്യാശ ഉള്ളത് കൊണ്ട് നമുക്ക് ചില ലക്ഷ്യങ്ങൾ, ചില ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ആൻഡ് ഫെയ്ത്ത് ഈസ് ഗോൾ ഗെറ്റർ. എന്നാൽ വിശ്വാസമാണ് പ്രത്യാശയാൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യത്തെ നേടിയെടുക്കുന്നത്. ലവ് ഈസ് എ മോട്ടിവേറ്റർ. സ്നേഹം ഒരു പ്രേരക ശക്തിയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടു. മത്തായി എഴുതിയ സുവിശേഷം 22:37 മുതൽ 40 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫെയ്ത്ത്, ഹോപ്പ്, ലവ് 3 പറയുന്നതിൽ ഇതിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറയുന്നു. സ്നേഹം ഒരു സമ്പത്താണ്, വിശ്വാസം ഒരു സമ്പത്താണ്, പ്രത്യാശ ഒരു സമ്പത്താണ്. നമ്മുടെ അകത്ത് വിശ്വാസം വളരണം, പ്രത്യാശ വളരണം, സ്നേഹം വളരണം. ഇനി ഭൗതികമായ സമ്പത്ത് എത്ര കൂട്ടിവെച്ചാലും ഒന്നുകിൽ അത് തലമുറകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നു, ഇത്രേ ഉള്ളൂ. ചിലത് ഗവൺമെൻറ് കണ്ടു കിട്ടുന്നു, ആർക്കുമില്ലാതെ പോകുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വന്നു. ഇനി അതിന് ഞാൻ തുടർച്ചയായിട്ട് അതേ മേഖലയിൽ, അഥവാ ഈ ആത്മീയമായ മേഖലയിൽ, ആത്മീയ വളർച്ച എന്ന മേഖലയിൽ, ജീവിത വിജയത്തിനാവശ്യമായ ആത്മീയ വളർച്ച എന്ന മേഖലയിൽ അടുത്ത ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. കുറിച്ച് വയ്ക്കുക. ഇത് ടൈപ്പ് ചെയ്ത് ദയവായി എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇടണം. ട്രൂ സക്സസ് ബിഗിൻസ് വിത്ത് growing in relationship with Jesus, that means God, grace and knowledge. യഥാർത്ഥ ജീവിതത്തിലെ വിജയത്തിൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ഒത്തിരി ഏർത്തിലി ഫോക്കസ്ഡാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്ലാനുകളൊക്കെ ഭൗതികമായ കാര്യങ്ങളുമായി ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. കൊലോസ്യ ലേഖനം 3:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെന്നിട്ട് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മളും ഉയരത്തിലുള്ളത് ചിന്തിച്ചു കൊള്ളുവിൻ. അപ്പം നമ്മുടെ ഫോക്കസ് ഇവിടെ നിന്ന് പറിച്ച് ഉയരത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന യേശുവിലേക്ക് കൊണ്ടുവരണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ട്രൂ സക്സസ് ബിഗിൻസ് വിത്ത് ഗ്രോയിങ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. യേശുവുമായുള്ള നമ്മുടെ ബന്ധം, രക്ഷകനുമായുള്ള നമ്മുടെ ബന്ധം, ആ ബന്ധത്തിൽ
നാം വളരണം. പ്ലസ് ഗ്രേസ് ആൻഡ് നോളജ്. കൂടാതെ കൃപയിലും പരിജ്ഞാനത്തിലും നമ്മൾ വളരണം. 2 പത്രോസ് 3:18 നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, 2 Peter 3:18. But grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be glory, both now and forever. Amen. അപ്പോൾ അവിടെ പറയുന്നു, നോക്കി, കൃപയിലും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, കൃപയിലും, കൃപയിലും, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും. That means knowledge of our Lord and Savior Jesus Christ. വളരുവിൻ, പരിജ്ഞാനത്തിലും വളരുവിൻ, അവൻ എപ്പോഴും നന്നേക്കും മഹത്വം. ആമേൻ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ജ്ഞാനം ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഒരു ജനറൽ നോളജ്. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്, ഏത് ലോകത്തിലാണ്, കുറച്ച് ശാസ്ത്രം അറിയണം, കുറച്ച് മെഡിക്കൽ ശാസ്ത്രം അറിയണം, ഹിസ്റ്ററി അറിയണം, ജിയോഗ്രഫി അറിയണം, ഫിസിക്സ് അറിയണം, മാത്തമാറ്റിക്സ് അറിയണം. ഇങ്ങനെയുള്ള പല മേഖലയിലെ കുറേ അറിവ് നമുക്ക് ആവശ്യമാണ്. എന്നാൽ ചിലർ, ശാസ്ത്രകാരന്മാരെ പോലെയുള്ളവർ, ഭയങ്കരമായി സ്കോളർലി ആയിട്ടുള്ളവരൊക്കെ ചില മേഖല, ചില ബ്രാഞ്ച് ഓഫ് സയൻസിൽ വളരെ ഡീപ്പായി പോയി റിസർച്ച് ചെയ്ത് വായിച്ച് കണ്ടെത്തി ഒത്തിരി അതിലേക്ക് ഡിഗ് ചെയ്ത് പോയി അതിൻ്റെ ജ്ഞാനം അവർ സ്വീകരിക്കുന്നു, അവർ പ്രാപിക്കുന്നു. അത് ഒരുപക്ഷെ ചിലത് അങ്ങനെ പോകുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ജ്ഞാനം വേൾഡിൽ തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയാണല്ലോ ലോകം പുരോഗമിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു നോളജുണ്ട്. അതാണ് നോളജ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഇപ്പോൾ ചൊവ്വാഗ്രഹത്തെക്കുറിച്ച് പഠിക്കുന്നു, ചന്ദ്രനെക്കുറിച്ച് പഠിക്കുന്നു, സൂര്യനെക്കുറിച്ച് പഠിക്കുന്നു. കഴിഞ്ഞ ദിവസം കേട്ടത് 41 പ്രകാശവർഷം അകലെയുള്ള ഒരു ഗ്രഹം കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് വേഗത്തിൽ സഞ്ചരിക്കുന്ന പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് 1 ലൈറ്റ് ഇയർ. അങ്ങനത്തെ 41 വർഷമൊക്കെ അകലെയുള്ള പല ഗ്രഹങ്ങളെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്കുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അതിനുശേഷം പറയുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. എബ്രായ ലേഖനം 1:3 11-ാം അധ്യായത്തിൻ്റെ 3 പറയുന്നത്, തൻ്റെ ശക്തിയേറിയ വചനത്താൽ സകലവും താങ്ങി നിർത്തുന്നു, തൻ്റെ ശക്തിയേറിയ വചനത്താൽ എല്ലാം ഉളവായെന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു. ഒരു അമീബയെക്കുറിച്ച്, ഒരു ആറ്റത്തെക്കുറിച്ച്, അതിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസിനെ കുറിച്ച്, ഇലക്ട്രോണുകളെക്കുറിച്ച്, പ്രോട്ടോണുകളെക്കുറിച്ച്, പ്രോസിട്രോണുകളെക്കുറിച്ച് ഒക്കെ ഭയങ്കരമായ സ്റ്റഡി നടത്തുകയാണ്. സൂക്ഷ്മാണുകളെക്കുറിച്ചുള്ള പഠനം നടത്തുന്നു, അഖിലാണ്ടത്തെക്കുറിച്ചുള്ള പഠനം. ഇതെല്ലാം അറിഞ്ഞിട്ട് അതുണ്ടാക്കിയ ആളാരാണെന്നോ, ആ ദൈവത്തിൻ്റെ വ്യക്തിപ്രഭാവം എന്താണെന്നോ, ക്യാരക്ടർ എന്താണെന്നോ, എത്രത്തോളം സ്നേഹിക്കുന്നൊന്നും അറിയാതെ ഈ ലോകം വിട്ടുപോയാൽ എത്ര വലിയ വിഡ്ഢിത്തരമാണ്. ചിന്തിച്ചു നോക്കുക. ഒരു ബബിൾ ബേഴ്സ്റ്റ് ചെയ്യുന്ന പോലെയുള്ള ആ ലൈഫ് തീർന്നു. നിത്യതയിലേക്കുള്ള ഇമ്പാക്റ്റ് ഇല്ല, നിത്യതയിലേക്കുള്ള ധനമില്ല. ഈ ലോകത്തിലെ വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ എന്ന് ഞാൻ പേരെടുത്തെന്നിരിക്കട്ടെ, വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആയിട്ട് മാറി. എന്നാൽ ഒരു ദിവസം ഞാൻ മരിക്കുന്നു, ആ ടൈറ്റിലും പോയി, റിച്ചസും പോയി, എല്ലാം തീർന്നു. ആ സമയത്ത് പുറത്തേക്ക് വരുന്ന ആത്മാവ്, സോൾ ആൻഡ് സ്പിരിറ്റ്, ആ വ്യക്തിത്വം, അത് ദൈവവിഷയമായി സമ്പന്നമല്ലെങ്കിൽ നിത്യത പോയില്ലേ? ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സോ 2 പത്രോസ് 3:18 വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമാണ്. അവിടെ ഇതിൻ്റെ തൊട്ടുമുള്ള വചനത്തിൽ, അതായത് 2 പത്രോസ് 3:17, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ.
അവൻ എപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. വാവ്. അടുത്തത്, fruitful and successful life flows from deep connection with the Lord. കർത്താവുമായിട്ടുള്ള ഭയങ്കരമായൊരു ബന്ധമകത്തുണ്ടെങ്കിൽ അതിൽ നിന്നാണ് ഫലപ്രദമായ വിജയകരമായ ഒരു ലൈഫ് ഒഴുകി വരുന്നത്. യോഹന്നാൻ 15:5 കഴിഞ്ഞ ദിവസം ഞാൻ തന്നിരുന്നു. John 15 and verse number 5. I am the vine, you are the branches. If you remain in me and I in you, you will bear much fruit. Apart from me, you can do nothing. അവിടെ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. കർത്താവ് കൊണ്ടുവരുന്നൊരു അനാലജി ശ്രദ്ധിക്കുക. ഞാൻ മുന്തിരിവള്ളിയാണെങ്കിൽ നിങ്ങളതിൻ്റെ ശാഖകളാണ്. ഇഫ് യു റിമെയിൻ ഇൻ മീ എന്ന് വെച്ചാൽ ഈ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. അവസാനം കർത്താവ് പറഞ്ഞ, അപ്പാർട്ട് ഫ്രം മീ യു ക്യാൻ ഡു നത്തിങ്. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ചിലരൊക്കെ, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഞാൻ ഉപവസിക്കാറില്ല, ഞാൻ യേശുവിനെ വിളിക്കാറില്ല, യേശുവിനെ അറിയാനും പാടില്ല, പക്ഷെ ഞാൻ എന്തെല്ലാം ചെയ്തു? ഉത്തരം ഇതാണ്. കർത്താവോട് ഉദ്ദേശിച്ചിരിക്കുന്ന ഇതാണ്, നിത്യതയിലേക്കുള്ള നിലനിൽക്കുന്ന സ്വർഗീയമായ ദൈവികമായ എന്നുമെന്നേക്കും സ്ഥിരമായിരിക്കുന്ന പെർമനൻ്റായ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ that will be possible only through the Lord Jesus. യേശുവിലൂടെ അല്ലാതെ അങ്ങനൊരു പരിപാടി സാധ്യമല്ല. സോ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇഫ് യു റിമെയിൻ ഇൻ മീ ആൻഡ് ഐ ഇൻ യു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ. ഇതൊരു പരസ്പരമുള്ള വാസമാണ്. ആത്മസ്വരൂപിയായ കർത്താവ് നമ്മിൽ വസിക്കുന്നു, നാം അവനിൽ വസിക്കുന്നു. യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്ന എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതുകൂടാതെ കർത്താവ് ആ ഭാഗത്ത് തന്നെ പറയും, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. എൻ്റെ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞ, എൻ്റെ വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. എൻ്റെ വചനം നിങ്ങളിൽ വസിക്കണം. അബൈഡ്, അബൈഡ് എന്നുള്ളൊരു വേർഡാണ്. ഡ്വെൽ, റിസൈഡ്, സ്റ്റേ വിത്ത് അസ്, റിമെയിൻ, നമ്മൾ നിലനിൽക്കണം, നിലനിൽക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം, ഐ തിങ്ക് 31, 32, 31 ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയും, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാർ, കുറേ അധികം പേര് കർത്താവിൽ വിശ്വസിച്ചു. അവരോട് കർത്താവ്, ഓ വെരി ഗുഡ്, വെരി ഗുഡ്, വിശ്വസിച്ചല്ലോ, ആ ബിലീവേഴ്സ്. പക്ഷെ കർത്താവ് അവിടെ പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഇഫ് യു റിമെയിൻ ഇൻ മൈ വേർഡ്, ഇഫ് യു റിമെയിൻ ഇൻ മൈ ടീച്ചിങ്, ഇഫ് യു റിമെയിൻ ഇൻ മൈ ഡോക്ട്രിൻ, ഞാൻ നിങ്ങൾ എന്ത് പഠിപ്പിച്ചോ അതിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകുകയും സത്യം അറിയുകയും ചെയ്യും. ആൻഡ് ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. എൻ്റെ ഒരു കൊതിയാണ് ഞാൻ നിങ്ങളോട്, എൻ്റെ ഒരു കൊതിയെ നിങ്ങളോട് പറയാം. ഇത് കേൾക്കുന്ന എല്ലാവരും യേശു കർത്താവിൻ്റെ ടീച്ചിങ്, വചനം എന്താണെന്ന് പഠിക്കണം, ഗ്രഹിക്കണം, മനസ്സിലാക്കണം, അതിൽ നിലനിൽക്കണം. അങ്ങനെ വാസ്തവമായി ശിഷ്യന്മാരാകും. യേശു കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ചുമ്മാ ബിലീവേഴ്സിനെ അല്ല. നമ്മൾ വിശ്വാസിയാണ്, രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചു, അന്യഭാഷ പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ കർത്താവ്, ആർ യു ട്രൂലി മൈ ഡിസൈപ്പിൾ? എങ്ങനെ ഡിസൈപ്പിൾ ആകുന്നത്? എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. സ്റ്റേ ഇൻ മൈ ടീച്ചിങ്. അങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, നാം സത്യം അറിയും. ആ അറിയുന്ന സത്യം നമ്മളെ ലിബറേറ്റ് ചെയ്യും എന്ന കർത്താവ് പറയുന്നത്. സോ ഇത് നിരന്തരമായി ഒരു ഗുരുവിന് ശിഷ്യപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ മൊത്തം കോപ്പി അടിക്കും, ഫോളോ ചെയ്യും. കർത്താവ് എപ്പോഴും പറഞ്ഞൊരു കാര്യം, ഫോളോ മീ, ഫോളോ മീ, ഫോളോ മീ, ഫോളോ മീ, എന്നെ അനുഗമിപ്പിൻ. അടുത്തത് കേട്ടോ, അതിനുശേഷം വരുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് ത്രൂ ദ വേർഡ് ലീഡ്സ് ടു ട്രൂ പ്രോസ്പെറിറ്റി ആൻഡ് ലാസ്റ്റിംഗ് സക്സസ്. ദൈവവചനം നമ്മിൽ വസിക്കുന്നതിലൂടെ വരുന്ന ആത്മീയ വളർച്ചയിൽ യഥാർത്ഥമായ അഭിവൃദ്ധിയും നിലനിൽക്കുന്ന വിജയമുണ്ട്. എവിടെ നിന്ന് കിട്ടിയത്? എഴുതിക്കോ, ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 8. യോശുവയുടെ പുസ്തകം 1:8. കീപ് ദിസ് ബുക്ക് ഓഫ് ദ ലോ
always on your lips. Then you will be prosperous and successful. ഈ ന്യായപ്രമാണ പുസ്തകത്തിലെ ഈ പുസ്തകം എപ്പോഴും അതിലുള്ള കാര്യങ്ങൾ, അഥവാ വചനം എപ്പോഴും നിൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. Then you will be prosperous and successful. ചോദ്യം: വചനം എത്രത്തോളം ഹൃദയത്തിലുണ്ട്? വചനം എത്രത്തോളം അധരങ്ങളിലുണ്ട്? അഥവാ എത്രത്തോളം ഹൃദയത്തിൽ വചനങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? എത്രത്തോളം ആ വചനങ്ങൾ വായി കൊണ്ട് സംസാരിക്കാറുണ്ട്? ചിന്തിക്കുക. പോസ് ആൻഡ് തിങ്ക്. വചനം 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 എല്ലാവരും ഒന്ന് പറഞ്ഞേ. വചനം വചനം ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിലിടുക, കമൻറ്റ് സെക്ഷൻ ഇടുക. വചനം, വേർഡ് 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 ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്, വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം ദൈവവചനം ദൈവവചനം. ഈ ദൈവവചനമാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് രസകരമാണ്. മോശ പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് പറഞ്ഞാൽ 120 വയസ്സിൽ മോശ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി വാഗ്ദത്ത ഭൂമി അവിടെ നിന്നുകൊണ്ട് കാണുന്നു, മരിക്കുന്നു. കർത്താവ് തന്നെ അവൻ്റെ ശവസംസ്കാരം നടത്തി എന്നാണ് നമുക്ക് ഊഹിക്കാവുന്നത്. കാരണം അവൻ്റെ ബോഡി എവിടെയും കിട്ടിയില്ല. അങ്ങനെ താൻ മരിച്ചു പോയി, മോശ മരിച്ചു. അപ്പോൾ ഇനി അടുത്തത് ഈ കിടക്കുന്ന ലക്ഷക്കണക്കിന് പേരെ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ പിന്നെയുള്ള സക്സസർ എന്ന് പറയുന്നത് ജോഷുവയാണ്. ജോഷുവാണെങ്കിൽ ആ സമയത്ത് ഭയങ്കര നെർവസായി. മോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലീഡറായിരുന്നില്ലേ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ഒരാളാണ് മോശ. പക്ഷേ എനിക്കെങ്ങനെ സാധിക്കും? ആ സമയത്ത് ജോഷയ്ക്ക് 80 വയസ്സായി. മോശ ശുശ്രൂഷ ഏറ്റെടുത്ത അതേ പ്രായമായി. പക്ഷെ ഇത്രയും സ്റ്റാച്ചറുള്ള ഒരു ലീഡറുടെ കീഴിൽ നിന്നും ഈ ജനത്തെയും കൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകണമെങ്കിൽ എനിക്കത് സാധിക്കുമോ? ആ സമയത്ത് കർത്താവ് പറയുന്നത്, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. ഭയങ്കര ആശ്വാസം. മോശയോടുകൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. പക്ഷേ ചില കണ്ടീഷൻസ് പറഞ്ഞു. ബി സ്ട്രോങ് ആൻഡ് ബി കറേജിയസ്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കണം. നിനക്ക് ജീവിതത്തിൽ പ്രോസ്പറസ് ആകണം, സക്സസ്ഫുൾ ആകണമെങ്കിൽ വചനം നിൻ്റെ വായിലുണ്ടായിരിക്കണം. വായിലുണ്ടാകണമെങ്കിൽ ഹൃദയത്തിലുണ്ടായിരിക്കണം. അഥവാ ഈ മോശയുടെ കാലത്ത് വചനം എഴുതിയപ്പോൾ അതിലധികവും ഒരുപക്ഷെ ജോഷു ആയിരിക്കണം എഴുതിയത്, മോശയോട് കേട്ട് എഴുതിയത്. അങ്ങനെ വചനവുമായിട്ട് ഭയങ്കര ഇൻട്രാക്ഷൻ ഉണ്ട്. നിന്റെ വായിൽ നിന്ന് എൻ്റെ വചനങ്ങൾ മാറിപ്പോകരുത്. എപ്പോഴും വചനം സംസാരിക്കാമോ, ജീവിതത്തിൽ വിജയിക്കും. ഇതാണ് എൻ്റെ സൂത്രവാക്യം. അടുത്തത്, God is committed to your continual growth. Spiritual progress is a lifelong process. അഥവാ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ച പൂർത്തിയാകാൻ ദൈവം വളരെ കമ്മിറ്റഡാണ്. ദൈവം നമ്മളോടൊപ്പം നിൽക്കുന്നു. മാത്രമല്ല, ഈ ലൈഫ് ലോങ് സക്സസ്സിന് ഈ സ്പിരിച്വൽ പ്രോഗ്രസ് ആവശ്യമാണ്. ആത്മീയമായി എപ്പോഴും നമ്മൾ മരണം വരെ വളർന്നുകൊണ്ടിരിക്കണം. ഫിലിപ്പിയർ ലേഖനം 1:6 He who began a good work in you will carry it on to completion until the day of Christ Jesus. നിങ്ങളിൽ നല്ല ഇത് എല്ലാം പറഞ്ഞേക്ക് ഈ വചനം മുറുകെ പിടിച്ചോളണേ. ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ കമൻറ്റ് സെക്ഷനിലൊക്കെ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാന നാളോളം, ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുവാൻ ശക്തനാകുന്നു. തികയ്ക്കും. ചുരുക്കി പറഞ്ഞ്, നമ്മളിൽ ആരംഭിച്ച ആത്മീയ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ദൈവം നമ്മോട് കമ്മിറ്റഡാണ്. ദൈവം നമ്മളോടൊപ്പം നിൽക്കും, വളരാൻ സഹായിക്കും. രക്ഷിക്കപ്പെട്ട സമയത്താണ് നമ്മുടെ ആത്മീയ ജീവൻ വന്ന് നമ്മൾ ആത്മാവിൽ ജനിച്ച് ആത്മീയ വളർച്ച സ്റ്റാർട്ടായത്. അവിടെ മുതൽ ക്രിസ്തുവേശുവിൻ്റെ നാളോളം വളർച്ചയുടെ പൂർണ്ണതയിലെത്തുവോളം ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മളെ ഇടയ്ക്കിട്ടിട്ട് പോയില്ല. പക്ഷെ നാം ചേർന്ന് നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എ സക്സസ്ഫുൾ ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ വിസിബിൾ ഫ്രൂട്ട് ആൻഡ് എ ഡീപ്പനിങ് നോളജ് ഓഫ് ഗോഡ്. ശരിക്കും വിജയം കൈവരിക്കുന്നൊരു ജീവിതം എന്ന് പറയുന്നത് വളരെ വ്യക്തമായ ഫലവും അതുപോലെ എന്നും ആഴമേറിക്കൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ഉള്ളതായിരിക്കും. കൊലോസ്യ ലേഖനം 1:10 bearing fruit in every good work, growing in the knowledge of God. ഈ വചനം വായിച്ചു നമുക്ക് അത് കിട്ടാനും ഇത് കിട്ടാനും അനുഗ്രഹിക്കപ്പെടാനും അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം
ദൈവത്തെ കൂടുതൽ അറിയാൻ, ദൈവത്തിൻ്റെ സ്വഭാവം എന്താ, ദൈവത്തെത്തോളം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ നേച്ചർ എന്താ, ദൈവത്തിൻ്റെ മഹത്വം എന്താ, വലുപ്പം എന്താ, സർവശക്തി, സർവജ്ഞാനം, ഇതെല്ലാം കൂടുതൽ അറിയാൻ വേണ്ടി നമുക്കൊരാഗ്രഹമുണ്ടെങ്കിൽ, ബെയറിങ് ഫ്രൂട്ട് ഇൻ എവറി ഗുഡ് വർക്ക്, ഗ്രോയിങ് ഇൻ ദ നോളജ് ഓഫ് ഗോഡ്, അതിൽ വളരുന്നതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. സ്പിരിച്വൽ റൂട്ടഡ്നെസ് ഇൻ ഗോഡ്സ് വേർഡ് റിസൾട്ട്സ് ഇൻ സസ്റ്റൈൻഡ് സക്സസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്. നമ്മൾ ദൈവ വചനത്തിനകത്തേക്ക് ആത്മീയ വേരുകൾ ഇറങ്ങി നിൽക്കാമെങ്കിൽ അതാണ് വലിയ വിജയവും ഫലപ്രാപ്തിയും കൊണ്ടുവരുന്നത്. Psalm 1, 2 and 3, സങ്കീർത്തനങ്ങൾ 1-2-3 വചനങ്ങൾ. Whose delight is in the law of the Lord, that person is like a tree planted by the streams of water. Whatever they do prospers. അവിടെ പറയുന്ന അനുസരിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ ഡിലൈറ്റ് ചെയ്യുന്ന, സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ ഒരു വൃക്ഷം പോലെ ആയിരിക്കും. അപ്പം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമല്ലേ, ദൈവവചനത്തിൽ നമ്മൾ എപ്പോഴും നിറഞ്ഞിരിക്കാമെങ്കിൽ ഇതുപോലെ ഭയങ്കരമായ ഫലപ്രാപ്തി ഉണ്ടാകും. കൈനീട്ടാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലെയുള്ള സിവിയർ ഹെഡേക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വരട്ടെ. നിങ്ങളുടെ വിഷയം ഏതാണെങ്കിൽ കൈനീട്ട്. കർത്താവെ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്തിരിക്കുന്നു in Jesus' name. Amen. So God bless you all. See you tomorrow. Bye-bye.